കുറച്ച് കാലമായിട്ട് നമ്മൾ വണ്ടിയിൽ ഗിയർ മാറാൻ വേണ്ടി ചെറിയ ഇഷ്യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓടിക്കുമ്പോൾ കുഴപ്പമില്ല, വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം ഈ ഒരു ന്യൂട്രൽ ഇടാൻ പോയിട്ട് അടിച്ച് സെക്കൻഡ് ഗിയറിലോട്ട് ഇടാൻ പോലും പറ്റുന്നില്ല. അതും അനങ്ങത്തേ ഇല്ല, കല്ല് കണക്കിരിക്കും എത്ര ആക്കിയാലും. നമുക്ക് പൂപോലെ ഗിയർ മാറിക്കൊടുന്ന വണ്ടിയാണ് എൻ്റെത്. ഹിൽസിലൊക്കെ കണ്ടാനും ഫസ്റ്റിൽ നിന്ന് ന്യൂട്രൽ ഇടാൻ പാടായിട്ട് നേരെ സെക്കൻഡിലോട്ട് വീഴുന്നത്. അങ്ങനെയൊക്കെ ഈ ഒരു വണ്ടിയിൽ വല്ലപ്പോഴേ നടന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത് വണ്ടിയാണ്. ബട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പിന്നെ വണ്ടി പണിയാൻ ഏവനും പറ്റും. പണി എന്താണെന്ന് കണ്ടുപിടിക്കാനായിരിക്കും പ്രശ്നം. ഒരേ ഇഷ്യൂവിന് ഒരുപാട് കാരണങ്ങൾ കാണും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആദ്യം നോക്കിയത് നമ്മളെ ക്ലച്ച് ലിവറിൻ്റെ പ്ലേ ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും എത്തിയില്ല. ഈ ഒരു വണ്ടിയൊക്കെ ഉള്ളവരെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ചോദിച്ച് മനസ്സിലായി, ഒന്നില്ലെങ്കിൽ ക്ലച്ചിൻ്റെ കാര്യം തീരുമാനമാവാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗിയർ ലിവറിൻ്റെ പ്ലേ ആണ്. ഇപ്പോൾ ക്ലച്ച് അസംബ്ലി എല്ലാം കൂടെ മാറും, അത്യാവശ്യം നല്ല റേറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ അതിലോട്ട് നോക്കുന്നില്ല. ഭക്തിയൊന്നും ഇല്ലെങ്കിലും അതൊന്നും അവർ തന്നെ തൊഴുതുകൊണ്ട് നമുക്ക് പതുക്കെ അങ്ങ് തുടങ്ങാം. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ എൻ്റെ ഗിയർ ലിവറിൽ ചെറിയ പ്ലേ ഉണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത്, ഇത് ഞാൻ വെച്ചേക്കുന്നത് മറ്റേ ഇത് BS3 വണ്ടിയാണെങ്കിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗിയർ ലിവർ ഉണ്ടല്ലോ, BS4 6 പറഞ്ഞാൽ തോന്നുന്നത്. BS3 AS അതില്ല, അതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതല്ലാതെ ഇത് കൊടുക്കുന്ന ഒരു മില്ലിംഗ് ഉണ്ട്, അവിടെയായിട്ട് ചെറിയൊരു പ്ലേ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ. അതിന് മുമ്പ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെയായിട്ട് ഞാൻ കുറേ കൂടെ ഓടിക്കഴിഞ്ഞാൽ ആ ഒരു ഗിയർ ഷാഫ്റ്റിൻ്റെ മില്ലിങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ജുഗാഡ് ചെയ്ത് അത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഇന്ന് രാത്രി ന്യൂ ഇയർ ആണ്. ഈ വീഡിയോ എന്ന് നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാതെ നേരെ ഈ കാര്യത്തിലോട്ട് കിടക്കാം. ഇത് പണിയാൻ വേണ്ടി നമ്മളെടുത്ത സാധനം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്കൂട്ടിൻ്റെയൊക്കെ അകത്ത് ഇടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗ്രീസ് എടുത്തിട്ടുണ്ട്. അതും പിന്നെ വണ്ടിയിനകത്ത് ഞാൻ ടൂൾ കിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് ആവശ്യമുള്ള ആൾമോസ്റ്റ് എല്ലാ ടൂൾസും ഇതിലുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പെട്ടുപോലും എനിക്ക് സ്കൂളായിട്ട് വീട് വരെ എത്താൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ഗ്രീസൊക്കെ വാരി ഇടുമ്പോഴത്തേക്ക് ചുമ്മാ അളിച്ച് വാരി പൊത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഡസ്റ്റ് പിടിച്ചിട്ട് പിന്നെ ഹാർഡാവും. അതുകൊണ്ട് കുറച്ച് എമൗണ്ട് കറച്ച് പൊടിയൊന്നും പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ ഇടുക. നമുക്ക് പതുക്കെ അങ്ങ് തുടങ്ങാം. ഞാനിവിടെ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എന്തോ പണി ആൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നമ്മളെ ശല്യപ്പെടുത്തില്ല. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മില്ലിങ്ങിൻ്റെ അവിടെ കണ്ട ഒരു പ്ലേ വരണം കണ്ട. ഞാൻ ഇത് പക്ഷേ ഒരുപാട് നാളിങ്ങനെ ഓടിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ത്രെഡ് കൂടെ പോയി കഴിഞ്ഞാൽ കടുത്തേനെ. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തും ചെറിയ ഗ്രീസ് ഇടണം. ഈ ഒരു റബ്ബർ ബൂട്ടിനകത്തും ഗ്രീസ് ഇടണം. ഈ ഒരു മില്ലിങ് അതിന് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി WD-40 ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് വീഡിയോ ഒന്ന് കട്ട് ചെയ്യണം കേസാണ്. എനിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്നും പണിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് കാണത്തുമില്ല, എനിക്കിതൊരു ബുദ്ധിമുട്ടും ആവും. അപ്പോൾ അവിടെ നല്ല രീതിക്ക് ഇപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗിയർ ലിവർ റോഡ്. നിങ്ങൾ BS4 വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. BS3 ആണെങ്കിൽ ഒരു സിംഗിൾ റോഡായിരിക്കും വരുന്നത്. അതിൻ്റെ പഴയത് അവിടെ ഇവിടെ കിടപ്പുണ്ട്, എനിക്കറിയാൻ വയ്യ, കാണാനില്ല. അപ്പോൾ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതൊന്ന് അയച്ചിട്ട് ഇതിൻ്റെ അകത്തും കുറച്ച് ഗ്രീസ് ഇടണം. പിന്നെ ഈ ഒരു റബ്ബർ ബൂട്ടും ഒരു ബിയറിംഗ് സെറ്റപ്പ് ഉണ്ട് ചെറിയ, അതിൻ്റെ അകത്തോട് ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം. ആയി, ഇല്ലെങ്കിൽ കടയിലോട്ട് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കടയിൽ കൊണ്ട് പണിയാൻ പോകുന്നതെന്നല്ല, വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഗ്രീസൊക്കെ ഇട്ടിട്ട് കാണാം. WD-40 ഒക്കെ അടിച്ചിട്ട് ഈ ഒരു ബോൾട്ട് സെറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തത്. എൻ്റെ കയ്യിൽ മൊത്തം മറ്റേ സാധനമായതുകൊണ്ട് ഞാൻ ക്യാമറയിൽ എനിക്ക് പിടിക്കാനും പറ്റില്ല. ഇനി ബാക്കിയാണ്. അടുത്ത പരിപാടി, ഇതിൽ നമ്മളിപ്പോൾ എക്സസീവായിട്ട് ഗ്രീസൊക്കെ എവിടെ ഇരുന്നാലും അതൊന്ന് തുടച്ച് കളയണം. ഇല്ലെങ്കിൽ അവിടെയൊക്കെ പൊടി ഏറിയിരുന്ന് വീണ്ടും പണി കിട്ടും. അതുകൊണ്ട് വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ ഈ സാധനമൊക്കെ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന പരിപാടിയുടെ ഇരട്ടി പണിയായിട്ട് അത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറും. ഇത്ര പ്ലേ വരാമോ? കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു പ്ലേയിലായിരിക്കും ഞാൻ തട്ടി നിൽക്കുന്നതല്ലേ. സ്മൂത്തായി സെറ്റായെന്നാണ് കേസ് തോന്നുന്നത്. കണ്ട കൈ കൊണ്ട് തന്നെ ഇതെനിക്ക് പഴം പോലെ വീണുകൊണ്ട് തന്നെ ഗിയറാണ് പെട്ടെന്ന് അങ്ങ് ടൈറ്റായത്. ഇത് സെറ്റായെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഒരു ഫണ്ട് ലാഭമാവും. ഗ്യാസ് സക്സസ് ആണെന്ന് തോന്നുന്നു. നോക്കാം. അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇതിൻ്റെ അവിടെയായിട്ട് 2 ബോൾട്ട് ഉണ്ട്. അത് 2 ലൂസാക്കിയിട്ട് ഈ ഒരു അകത്തൊരു റോഡുണ്ട്, അത് ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരും. ഈ റോഡ് കണ്ടോ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചുണ്ട്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഫൈനലി ഇതിൻ്റെ പരിപാടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ടിനനുസരിച്ചായിരിക്കും നമ്മളെ ഈ ഒരു
ഗിയർ ലെവറിൻ്റെ പൊസിഷൻ വെച്ചേക്കുന്നുണ്ട്. നമ്മളതിൽ ചെറുതായിട്ട് വ്യത്യാസം വരുത്തി അതങ്ങ് പോകും. പിന്നെ ഓരോ സ്ഥലത്തും ഇരുന്ന് സെറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ ആ ഒരു പഴയ കംഫർട്ടിലോട്ട് കൊണ്ടുവരേണ്ടി വരും. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് അടിച്ചിട്ടുള്ളൂ, വലിയ പ്ലേ ഒന്നും ഇല്ലല്ലേ. നമുക്ക് എന്തായാലും ആ സാധനത്തിനെ പിടിച്ചൊന്ന് കെട്ടിയിട്ടിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് സെറ്റ് ആവണോ ഇല്ലെന്ന് നോക്കാം. സ്പൈദബായി എൻ്റെ ഒരു വെച്ചിട്ട് ഇപ്പോൾ സക്സസ് ആവണം. കാരണം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഗിയറൊക്കെ ജസ്റ്റ് പിടിച്ചിട്ട് നേരെ ന്യൂട്രലിലോട്ട് ഇട്ടത്. പിന്നെ എൻ്റെ വണ്ടി ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്, എവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് നോക്കിക്കോ. അപ്പോൾ ഇന്നെന്തായാലും വണ്ടി ഞാൻ ഇന്ന് ഈ ഒരു കംപ്ലൈൻറ്റ് ആണ്ട് പിന്നെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ സാധനത്തിനെ പോയി പിടിച്ചിട്ടാം. ഒന്നാണ് വാ, ഞാൻ ഇപ്പോൾ പോകാം. ബാ വീഡിയോയിൽ വരാം. ബാ ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ ഞാൻ പോയി കെട്ടിയിട്ട് വരാമല്ലേ. ഇത് അല്ലെന്തിന് ബ്ലഡി ഫൂൾ. സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചു നോക്കേണ്ട ആവശ്യം ഇവിടെ എനിക്ക് ഇല്ലായിരുന്നു. കാരണം നേരത്തെ തൊട്ടേ ഓടിക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് എന്തായാലും നമ്മളെ പഴം പോലെ സ്മൂത്തായ ഗിയർ തിരിച്ചൊന്നൊന്ന് നോക്കാം. വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഫസ്റ്റാണ്. ന്യൂട്രലായി. ന്യൂട്രൽ ഫസ്റ്റ്. ഫസ്റ്റ് സാധനം നമ്മളെ മെഷീൻ അത്ര ഒരു സക്സസ് ആയില്ല എന്നാണ് പറയാൻ വേണ്ടി. നേരത്തെ കാട്ടി കുറച്ചുകൂടെ സ്മൂത്തായി. ന്യൂട്രലും സെക്കൻഡ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിലും പണ്ടത്തെ ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഞാൻ ഇട്ടപ്പോഴും ഇടയ്ക്ക് ചൊറ ഇട്ടപ്പോൾ 2 പ്രാവശ്യം കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ എന്തായാലും കടയിൽ തന്നെ കൊണ്ട് കാണിക്കണം. ഇത്രയും നേരം ഇരുന്ന് പണിതെല്ലാം വേസ്റ്റ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്വന്തമായിട്ട് പണിതിട്ട് സക്സസ് ആയി കിട്ടുന്നൊരു ഫീല് വേറെ തന്നെയാണല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. ഇതെന്താണ് കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റോടെ ചെയ്തേക്ക്. എന്തായാലും ഇന്ന് നാളെയും കൂടെ ഫുള്ള് ഓടി നോക്കാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നേരത്തെ ആണെങ്കിൽ ഒട്ടും എനിക്ക് ന്യൂട്രൽ സെക്കൻഡ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിടാൻ പറ്റുന്നുണ്ട്. എങ്കിലും ചെറിയൊരു ഹാർഡ്നെസ്. കൂടുതലൊന്നും പറയുന്നതെന്നുള്ള ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.